فأعوذ إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين صدق الله العلي العظيم. മഹത്തായ ഈ വേദിയെ ധന്യമാക്കിയ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഈ ഭവനം അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനു വേണ്ടി സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ എല്ലാവർക്കും നാളെ സ്വർഗലോകത്ത് അള്ളാഹു നല്ല വീട് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ പള്ളിയോടനുബന്ധിച്ച് നാം ഇവിടെ അനുഭവിച്ചത് എന്നത് ഒരു ശുഭ സൂചനയാണ്. അതോടൊപ്പം ഈ പള്ളിയുടെ നിർമ്മാണത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇന്ന് പല ഗ്രാമങ്ങളിലും പള്ളികൾ ഉയരുന്നത് അന്യനാട്ടുകാരുടെ സാമ്പത്തിക സഹായം കൊണ്ടാണെങ്കിൽ ഇതിലധികവും ഈ പ്രദേശത്തുകാരുടെ തന്നെ സഹായ സഹകരണങ്ങളാണ് എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആദ്യമായി നിർമ്മിച്ച പള്ളികളിൽ ഒന്നായ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണമാണ് ഓർമ്മപ്പെടുത്തുന്നത്. പള്ളികൾ നൽകുന്ന സന്ദേശങ്ങളും അത് പ്രതിനിധീകരിക്കുന്ന ആശയമെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച മസ്ജിദുൻ നബവിയിൽ നിന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. മദീനയിലെത്തി മസ്ജിദുൽ ഖുബാഇന് തറക്കല്ലിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഇന്നത്തെ മദീന നഗരത്തിലേക്ക് തിരുനബി നീങ്ങുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ത്വലഅൽ ബദറു ചൊല്ലി ആവേശത്തോടെ ആഭാലവൃദ്ധം ജനങ്ങൾ മദീന പട്ടണത്തിലേക്ക് ആനയിച്ചുപോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് കയറിയിരുന്ന ഒട്ടകത്തെ പലരും അതിന്റെ കടിഞ്ഞാൺ കൈക്കലാക്കാൻ പരിശ്രമിച്ചു. എന്തിനു വേണ്ടി? മുത്തുനബി എന്റെ വീട്ടിൽ താമസിക്കട്ടെ, മദീനയിലേക്ക് അഭയം തേടി വരുന്ന പുന്നാരി നബിക്ക് ഞാൻ അഭയം നൽകാം. ഓരോ മദീനക്കാരന്റെയും ഉത്കടമായ ആഗ്രഹമാണ് ആ വാഹനത്തിന്റെ ബ്രേക്ക് കയ്യിലെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചു. തിരുനബി പറഞ്ഞു, ദഅൂഹാ ഫഇന്നഹാ മഅ്മൂറ, എല്ലാവരും അതിനെ വിട്ടേക്കുക, അല്ലാഹുവിന്റെ കൽപ്പന ലഭിച്ച ഒട്ടകമാണ്. ആ ഒട്ടകം അത് നിൽക്കുന്നിടത്താണ് എന്റെ താമസം. അങ്ങനെ മുഴുവൻ ആളുകളും അത്ഭുതത്തോടെ നോക്കുകയാണ്, എവിടെയായിരിക്കും ആ ഒട്ടകം മുട്ടുകുത്തുക. അന്ന് ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവി നിർമ്മിക്കുന്നത്. അതുവരെ 7 മാസക്കാലം താമസിച്ചത് അതിന്റെ തൊട്ടടുത്ത വീട് ആയ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വീട്ടിലാണ്. മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന്റെ സ്ഥലമെടുപ്പ് മുതൽക്ക് എല്ലാ കാര്യങ്ങളും മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മയിലൂടെ ആയിരുന്നു നബിതങ്ങൾ സംഘടിപ്പിച്ചത്. 2 അനാഥ ബാലന്മാരുടെ പേരിലുള്ള സ്ഥലമായിരുന്നു ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം. ആ സ്ഥലം സ്വല്ലല്ലാഹു പള്ളിക്ക് ആഗ്രഹിച്ചപ്പോൾ അത് ഫ്രീ ആയി നൽകാമെന്ന് അനാഥരുടെ കുടുംബം പറഞ്ഞ സമയത്ത് മുത്തുനബി പറഞ്ഞു, പറ്റില്ല, അത് വില കൊടുത്താണ് വാങ്ങുന്നത്, വിലക്ക് തരണം, കാരണം ഇത് കുട്ടികളുടെ സ്ഥലമാണ്. അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വില വാങ്ങണമെന്ന് പറഞ്ഞു. അത് തിരുനബി തങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വകാര്യമായി ഹബീബിനെ വന്ന് സമീപിച്ചു പറഞ്ഞു, നബിയേ, അവിടുന്ന് എനിക്ക് ഔദാര്യമായി ഇതിനുള്ള അനുമതി തരണം, എന്റെ കാശ് കൊണ്ട് ആ സ്ഥലം അങ്ങ് സ്വീകരിക്കണം, വാങ്ങണം.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഇഖ്ലാസിൽ നിന്നെടുത്ത ആ ആഗ്രഹം സാധിച്ചു കൊടുത്ത് അങ്ങനെ മുത്തുനബിയുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ പള്ളിയുടെ സ്ഥലം സംഭാവന ചെയ്യാൻ നമ്മുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് സൗഭാഗ്യമുണ്ടായത്. അൽഹംദുലില്ലാഹ്. അതുപോലെ ഈ നാട്ടിലെ പള്ളിക്ക് സ്ഥലം തന്ന ഉമ്മ, അല്ലാഹു അവർക്കും അവരെ ബന്ധുമിത്രാദികൾക്കും എല്ലാം സ്വർഗ്ഗലോകത്ത് ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആ പള്ളിയുടെ നിർമ്മാണത്തിൽ ഒരാൾ പോലും കൂലിക്ക് ജോലി ചെയ്തിട്ടില്ല എന്നതാണ് ആദ്യത്തെ പള്ളിയുടെ ഒരു പ്രത്യേകത. സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നിച്ച് അവിടെ പനകളെല്ലാം വെട്ടിമുറിച്ച് അതിന്റെ അടിവേരെല്ലാം മാന്തി ഒഴിവാക്കുകയാണ്. ആ പള്ളിക്ക് ആവശ്യമുള്ള തറക്കല്ല് എല്ലാവരും കൂടി ശേഖരിച്ച് കൊണ്ടുവരികയാണ്. ചുമരുകൾ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ കട്ട മണ്ണുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിർമ്മിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പണിയെടുക്കുന്ന ശ്രമദാനമായി പള്ളിക്ക് സേവനം ചെയ്യുന്നവർക്ക് കൂലിയായി എന്താണ് അവിടുന്ന് കൊടുത്തത്? ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, യഥാർത്ഥ പ്രതിഫലം അത് പരലോകത്തുള്ള കൂലിയാണ്. കൂലി ആരും ഈ പണിയെടുക്കുന്നവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മുഹാജിറുകളും അൻസാറുകളുമാകുന്ന ഈ സ്വഹാബത്തിന് നീ ബറക്കത്ത് ചൊരിയണമേ, റഹ്മത്ത് ചെയ്യണമേ. ഈ പ്രാർത്ഥനയായിരുന്നു ഓരോ ദിവസവും വൈകുന്നേരം പണി മതിയാക്കി പോകുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് പ്രതീക്ഷിച്ചത് ഹബീബ് അവർക്ക് കൊടുത്തത്. മാത്രമല്ല, ആ പള്ളിയുടെ നിർമ്മാണത്തിന് മുത്തുനബി നേരിട്ട് കല്ല് കടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കട്ട തോളത്ത് വെച്ച് പള്ളിയുടെ ചാരത്തേക്ക് നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി വന്ന് കണ്ണു നിറച്ചുകൊണ്ട്, നബിയെ അഅ്തിനീഹാ യാ റസൂലല്ലാഹ്, ആ കല്ല് ഇങ്ങ് തന്നേക്കൂ നബിയെ, അങ്ങ് ഞങ്ങൾക്ക് നേതൃത്വം വഹിച്ചാൽ മതി, അവിടുന്ന് കല്ല് ചുമക്കേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോ മുത്തനബി പറഞ്ഞു, ഖുദു ഗൈറഹാ ഫലസ്ത അഫ്ഖറ മിന്നി ഇലല്ലാഹ്, നിനക്ക് വേണമെങ്കിൽ വേറെ കട്ട പോയി എടുത്തു ചുമക്കാം. അള്ളാഹുവിന്റെ റഹ്മത്ത് നിന്നെ പോലെ എനിക്കും ആവശ്യമുണ്ട്, ആ പ്രതിഫലം എനിക്കും വേണം എന്ന് പറഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ആവേശത്തോടെ പാടുകയാണ്. എന്താണ് അവര് പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പണിടുന്നത്, ഇനി നമ്മൾ നോക്കി നിൽക്കാൻ പറ്റുമോ? ലഇൻ ഖഅദ്നാ വന്നബിയ്യു യഅമലു ഫദാക മിന്നൽ ആമലുൽ മുളല്ലലു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ രംഗത്തിറങ്ങി ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അടങ്ങിയിരിക്കുന്ന ക്ഷന്തവ്യമല്ല. അതുകൊണ്ട് എല്ലാവരും രംഗത്തിറങ്ങണം. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും ജോലി ചെയ്ത് ആരും ശമ്പളം വാങ്ങാതെ ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ആ പള്ളിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പള്ളികൾ എങ്ങനെയായിരിക്കണമെന്നതിന്റെ മാതൃകയായി ലോകത്തിനു മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. എന്തിനാണ് നമുക്ക് പള്ളി? നേരത്തെ ഇവിടൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിലെ പള്ളികൾക്ക് സൗഹാർദ്ദത്തിന്റെയും സാമൂഹ്യ ബോധത്തിന്റെയും കൂട്ടായ്മയുടെയും സ്മരണകളാണ്. കേരളത്തിലെ ആദ്യത്തെ പള്ളി നമ്മൾ പരിശോധിച്ചാൽ ഇന്നത്തെ ആ പള്ളിയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ പള്ളിയാണ് ഇന്ത്യയിലെ തന്നെ. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിലുള്ള ഒരു പഴയ പള്ളിയും, ആ പള്ളിയുടെ ചുമരിൽ ഇന്നും നമുക്ക് കാണാവുന്ന ഒരു രേഖ ബുനിയ ഫീ സനത്തി ഖംസ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി രണ്ടാമത്തെ വർഷം തന്നെ മസ്ജിദുൻ നബവി പണി പൂർത്തീകരിച്ചെങ്കിൽ അത് കഴിഞ്ഞ് 3 കൊല്ലം പിന്നിട്ടപ്പോൾ
ഹിജറയുടെ 5-ാമത്തെ കൊല്ലം കണ്ണൂരിലെ പഴയങ്ങാടി പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇതുപോലെ 10 പള്ളികളാണ് മഹാന്മാരായ സ്വഹാബത്ത് കേരളത്തിൽ വന്ന് നിർമ്മിച്ചത് എങ്കിൽ ആ പള്ളികൾ നിർമ്മിക്കാനുള്ള സ്ഥലം സംഘടിപ്പിക്കുന്നതിലും അതിനാവശ്യമായ പണം സംഭാവന ചെയ്യുന്നതിലും ഈ നാട്ടിലെ അമുസ്ലിംകളായ ആളുകളുടെ സീമമായ നമുക്ക് വരുന്നില്ല. അവരിവിടെ വന്നപ്പോൾ പള്ളികൾ സമൂഹത്തിന് നൽകുന്ന വലിയ ഒരു സ്മരണയാണ്, ഒരു സന്ദേശമാണ്. അത് സൗഹാർദ്ദത്തിന്റെ ഭവനമാണ്. ആ സൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന മുദ്രാവാക്യവും മനുഷ്യർക്ക് വിനയവും എളിമത്വവും ഉണ്ടാക്കി തീർക്കുന്ന മുദ്രാവാക്യമാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഇശാ ബാങ്ക് ഇവിടെ ശ്രവിച്ചു. എന്താണ് ബാങ്കിൽ ആദ്യമായി തന്നെ വിളിച്ചു പറഞ്ഞത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏറ്റവും വലിയവൻ, എല്ലാറ്റിനേക്കാളും സമുന്നതൻ, പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ്. നേരത്തെ നമ്മുടെ നമ്പൂതിരി സാർ ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രപഞ്ചനാഥനെ സംബന്ധിച്ചുള്ള ചിന്ത കൊണ്ടുവരുമ്പോഴേ മനുഷ്യൻ നന്നാവുകയുള്ളൂ. കാരണം മനുഷ്യൻ എപ്പോഴാണ് വഴിതെറ്റി പോകുന്നത്? അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്ന. മനുഷ്യൻ അബദ്ധസഞ്ചാരം നടത്തുന്നത് സ്വയം പര്യാപ്തനാണ്, എനിക്കാരുടെയും സേവ വേണ്ട, ഞാൻ എന്തിനും പോന്നവനാണ് എന്ന അഹന്ത ഇതൊരാളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് മറ്റുള്ളവരോടൊക്കെ വെറുപ്പും എല്ലാവരെയും അടിച്ചൊതുക്കാനും ആക്രമിക്കാനുമുള്ള വാസന അയാളിൽ നുരഞ്ഞു പൊങ്ങുക. ഈ ഒരവസ്ഥ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആ ഹൃദയത്തിൽ ഈ ലോകത്തിന്റെ സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള ബോധമാണ് കൊടുക്കേണ്ടത്. അത് അടിക്കടി അവനെ കേൾപ്പിക്കാനുള്ള സംവിധാനമാണ് പള്ളികൾ എന്ന് പറയുന്നത്. അതാണ് 5 നേരം നിരവധി തവണയായി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാനല്ല വലിയവൻ, എന്നെക്കാൾ വലിയവൻ, എല്ലാ രാജാക്കന്മാരെക്കാളും വലിയവൻ, സർവ്വ ജീവജാലങ്ങളെക്കാളും മഹത്വമുള്ളവൻ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹുവാണ്. ഈ കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം അത് മനുഷ്യ ഹൃദയത്തിൽ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളും പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആശ്രിതരാണ് എന്ന ഏകതാബോധവും മനുഷ്യനിൽ ഉണ്ടാക്കുകയാണ്. ആ പാരമ്പര്യമായിരുന്നു പോയകാല കേരളീയരിൽ ഈ അടുത്ത കാലം വരെ നിലനിന്നത്, ഇന്നും നമ്മളെയൊക്കെ കുഗ്രാമങ്ങളിൽ നിലനിന്നു പോരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പണ്ട് നമ്മളെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ജാതി മത മറ്റെന്തൊക്കെ വൈജാത്യങ്ങളുണ്ടോ അതിനൊക്കെ അതീതമായി ഒരു സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷം നിലനിന്നിരുന്നു. നമ്മളെയൊക്കെ ഉമ്മാമ്മമാർ എന്തെങ്കിലുമൊക്കെ അന്ന് കൃഷി ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. മത്തനോ വെണ്ടയോ അതുപോലുള്ള ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യും. അത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ചക്കയാണെങ്കിൽ പോലും ആ ചക്ക പറിച്ചാൽ അന്ന് നമ്മളെ ഉമ്മമാരെന്തു ചെയ്യും? വലിയ കത്തിയെടുത്ത് ഒരു 5 കഷ്ണങ്ങളാക്കി മുറിക്കും. എന്നിട്ട് നാം കുട്ടികളെ വിളിച്ചു പറയും, ഇതാ ഇത് അങ്ങേ വീട്ടില്, ഇത് താഴത്ത്, ഇത് മേത്തല്, ഇത് അവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ അന്നത്തെ പങ്കുവെപ്പ്. ഇന്നത്തെ പോലെ എല്ലാ പറമ്പിലും അന്ന് കിണറുകൾ ഉണ്ടായിരുന്നില്ല. 10ഓ 20ഓ വീട്ടുകാർക്ക് ഒരു കിണറാണ് ഉണ്ടാകുക. ആ കിണറിൽ നിന്ന് വെള്ളം കോരാൻ ഇന്നത്തെ രീതിയിലുള്ള സൗകര്യങ്ങളില്ല, മോട്ടോറുകളില്ല, ഒരു നല്ല ബക്കറ്റും കയറും പോലും ഇല്ല. അന്ന് ഏത്തം എന്ന് പറഞ്ഞിട്ടൊരു സാധന, വലിയൊരു മുള, അതിന്റെ ഒരു മൂട്ടിൽ 10 കിലോ ഉള്ള ഒരു കല്ലുണ്ടാവും. ഇപ്പുറത്തോ അത് വല്ല ടയറിന്റെ ട്യൂബോ അല്ലെങ്കിൽ പാളെ അതുകൊണ്ട് കുത്തിയുണ്ടാക്കിയ ഒരു ബക്കറ്റാണ്. എങ്ങനെ വെള്ളം കോരിയാലും കുതിരട്ടത്തുനിന്ന് കോരിയ മാതിരി പകുതിയിൽ
20 വീട്ടുകാർ ക്യൂ നിൽക്കുകയാണ് ഒരേ കിണറിലെ വെള്ളം കുടിക്കാൻ. അവിടെ ദുർബലരെ സഹായിക്കാൻ ആരോഗ്യമുള്ളവരുണ്ടാകും, അവര് കോരിക്കൊടുക്കും. കുടങ്ങളിലാക്കി ഊരത്തിൽ വെച്ച് അതുമായി ഇങ്ങനെ നടന്നു പോകുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു കിണറിൽ നിന്ന് പരസ്പര സഹകരണത്തോടെ വെള്ളം കോരി കുടിച്ച ഒരു പാരമ്പര്യമാണ് കേരളീയർക്കുള്ളത്. ഇതേപോലെ തന്നെ അന്ന് നമ്മൾ എന്തെങ്കിലും പ്രധാന വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ അത് അയൽവാസികൾക്കൊക്കെ പങ്കുവെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം, അന്നൊക്കെ ദാരിദ്ര്യമുള്ള കാലമാണ്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ചോറ് കിട്ടുക. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം എന്തോ ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉമ്മ വീട്ടിലുണ്ടാക്കി. ഞങ്ങളൊരു 10 മെമ്പർമാരുള്ള വീടാണ്. ആ സമയത്ത് ഉമ്മ അത് കഴിക്കാൻ നേരത്ത് പറഞ്ഞു, പങ്കോടിനി മക്കൾ ഇങ്ങോട്ട് വിളിച്ചോ എന്ന് പറഞ്ഞു. പങ്കോടി എന്ന് പറഞ്ഞത് ആശാരി വിഭാഗത്തിൽപ്പെട്ട ഒരു വിധവയായ സ്ത്രീയാണ്. അവരെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. 2 കുട്ടികളുണ്ട്, ശശി, ഉഷ എന്ന അവരെ പേര്. അവര് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളെ കൂടെ വളർന്നവരാണ്. അപ്പൊ ഈ ആഹാരം കഴിക്കാൻ നേരത്ത് ഉമ്മ അവരെ വിളിക്കാൻ പറഞ്ഞപ്പം പെങ്ങള് ചോദിച്ചു, അല്ലമ്മ ഇനി ഇതിലേക്ക് 10 ആളും കൂടി വിളിക്കാനുണ്ടോ? കാരണം പട്ടിണിയുടെ കാലാണ്. അപ്പൊ ഇത് ഞമ്മക്ക് തന്നെ തികയൂല എന്ന അർത്ഥത്തിൽ പെങ്ങള് ചോദിച്ചപ്പം ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നീ അങ്ങനെ പറയരുത്, അവര് തന്തയില്ലാത്ത മക്കളാണ്. പഴയ ഭാഷയിൽ പറഞ്ഞതാ, മക്കളാണ് അവർ. അവിടെ വിശന്നു നിൽക്കുമ്പം നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചെറിയ കുട്ടിയായ സമയത്ത് ഉമ്മയിൽ നിന്ന് കേട്ട ഈ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ശബ്ദം പുതിയ തലമുറയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇവിടെയാണ് പള്ളികൾ നൽകുന്ന സന്ദേശങ്ങൾ, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങൾ ഇത്തരം വേദികളിൽ വെച്ച് നമ്മൾ പ്രത്യേകം ഓർത്തെടുക്കേണ്ടത്. ഈ രീതിയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും അന്നുണ്ടായി. ഒരു കല്യാണം വന്നാൽ എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? അന്ന് പന്തല് കെട്ടാൻ ഒരു 4 ദിവസം മുമ്പ് അയൽവാസികളൊക്കെ ആ വീട്ടിലൊന്ന് ഒരുമിച്ച് കൂടി. പിന്നെ 4 ഭാഗത്തേക്കും ഗ്രൂപ്പുകളായി പോവാണ്. അവിടെ മറിയത്താത്ത വീട് കെട്ടിമേയാൻ മടങ്ങി വെച്ച ഓല ഉണ്ടാവും, അതെടുക്കുക. ഗംഗാധരന്റെ കിണറിൽ ഇറക്കി വെച്ച ഒരു ഏണിയുണ്ട്, കിണറിലിറങ്ങാൻ ഏണിമല ഇറങ്ങാം. ആ ഏണി അവിടുന്ന് വലിച്ചൂരുക. ഇപ്പുറത്ത് ആല കെട്ടാൻ വേണ്ടി റെഡിയാക്കി വെച്ച കവുങ്ങുണ്ട്, അത് കൊണ്ടുവരിക. ഇങ്ങനെ 4 ഭാഗത്തും പോയി ഈ പന്തലിന് ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ചു വന്ന് കല്യാണത്തിന്റെ ഒരു പ്രത്യേക ദിവസം പന്തൽ നിർമ്മാണത്തിന് എല്ലാവരും വരിക. ആകെ ചെലവ് ഒരു പൂള പുഴുങ്ങിയതും മത്തിയുടെ കറിയും, അല്ലെങ്കിൽ ഉണക്കൽ മീനിന്റെ ഒരു കറി, ഒരു കട്ടൻ ചായ. ഇതുകൊണ്ട് ഒന്നാം തരം പ്രകൃതി സുന്ദരമായ പന്തൽ അന്ന് നമ്മൾ നിർമ്മിച്ചു. ഇതിന് ജാതിയും അതൊന്നും നോക്കിയിരുന്നില്ല. കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്താ, കുറിക്കല്യാണാണ്. എല്ലാവരും വന്ന് അവരവർ കഴിയുന്ന 5 10 2 ഉറുപ്പിക കുറിക്കല്യാണത്തിൽ കൂടിയാൽ അത് പിന്നീട് അവരെ കല്യാണം ഉണ്ടാകുമ്പോൾ ചിലപ്പോ 10 20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. ഒരു വിഷമവും ഇല്ലാതെ അതിങ്ങനെ നടന്നു വരികയാണ്. ഇങ്ങനെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ മേഖലകളൊക്കെ ചൂഷണത്തിന്റെ വിവിധ സംരംഭങ്ങൾക്ക് വഴിമാറുകയാണ്. ഇന്ന് കുറിക്കല്യാണങ്ങളൊക്കെ അപ്രത്യക്ഷമായി, അതൊന്നും ആരും നടത്തുന്നില്ല. ഏതെങ്കിലും കല്യാണത്തിന് പെൺകുട്ടികൾ എട്ടിക്കണതാണെങ്കിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ഇനി തിരിച്ചു വാങ്ങാന്നുള്ളവർക്ക് കൊടുക്കലോ ഒരു ഇടപാട് എന്നുള്ളവർക്കുള്ളത് പലരും നിർത്തിപ്പോയി. പക്ഷെ അതിന് പകരം എന്താണ് വന്നത്? ഇപ്പോൾ എല്ലാ ഇടപാടുകളും ചൂഷണത്തിൻ്റെതായി മാറി. പണ്ടൊക്കെ ഉണ്ടായിരുന്നു 10 20 ആളുകൾ 50 100 രൂപ വീതം വെച്ച് ആഴ്ചയിലോ മാസത്തിലോ നറുക്കിട്ട് അത് കിട്ടിയാൽ പൂർണ്ണമായും കിട്ടിയ ആൾക്ക് കൊടുക്കുക. ഇതായിരുന്നു അന്നത്തെ കുറിയുടെ രീതി. അതൊരു സഹകരണത്തിന്റെ ഹലാലായ കുറിയാണ്. ഇന്ന് അതൊക്കെ പോയി, അവിടൊക്കെ ചൂഷണാണ്. ഇപ്പൊ നമ്മൾ വിളിക്കുറി എന്ന് പറയുന്ന ഒരു കുറി ഇടപാടാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 100 കച്ചവടക്കാരുള്ള ഒരു അങ്ങാടിയാണെങ്കിൽ ഓരോരുത്തരും 1000 രൂപ വീതം വെച്ചാൽ 1,00,000 ഉറുപ്പികയായി. ഇനി അത് നിറക്കിട്ട് കിട്ടുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നതിന് പകരം തിടുകൾ വിളിച്ചെടുക്കുക എന്നതാണ് അത്ര വിളിക്കുറിയുടെ സവിശേഷത. ആരാണോ ഏറ്റവും കുറഞ്ഞ വിലക്ക് വിളിക്കുന്ന അവർക്കാ കൊടുക്കുക. 1,00,000 എല്ലാവരും വെക്കണം. അത്യാവശ്യക്കാരൻ അയാൾ പറയും, ഞാനത് 80,000 എടുത്തോളാം, എന്റെ
മോളെ കല്യാണം വരാൻ പോവാണ്. എന്തെങ്കിലും വെച്ച ഒരാള് അങ്ങനെ 1 ലക്ഷം അയാൾ വിളിച്ചെടുക്കുന്നത് 50,000-നും 40,000-നും. അതിങ്ങനെ കുറഞ്ഞു വരുമ്പോ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ സന്തോഷം കൂടുകയാണത്രേ. എന്തിന്? ഈ പാവ മനുഷ്യന്റെ കരള് മാന്തി തിന്നാനുള്ള വ്യഗ്രതയോടെ കാത്തു നിൽക്കുകയാണ്. ഈ മനുഷ്യൻ വെക്കുന്ന 1 ലക്ഷം രൂപയിൽ നിന്ന് 50,000 അയാൾക്ക് കൊടുത്താൽ ബാക്കിയുള്ളത് ഈ കഴുകന്മാർക്ക് എല്ലാവർക്കും ഒന്നിച്ചു പങ്കുവെക്കാമത്രേ. രീതിയിലുള്ള ക്രൂര മനസ്സിലേക്ക് ഇന്ന് സാമ്പത്തിക രംഗം മാറുകയാണ്. അവിടെ ചൂഷണമാണ്, സഹകരണമില്ല. ഇവിടെയാണ് നമ്മുടെ പള്ളികൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. മനുഷ്യർക്കിടയിൽ പള്ളിയിലേക്ക് വൃത്തിയും ശുദ്ധിയും ആണെങ്കിലോ മാറുന്ന പഴയകാലത്ത് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ് പലതും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പള്ളികൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യം എന്താണ്? വിസർജനത്തിന് ശാസ്ത്രീയമായ സംവിധാനമുള്ള ആരാധനാലയമുണ്ടെങ്കിൽ അത് മുസ്ലിം പള്ളികൾ മാത്രമാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരു പ്രദേശത്തെ പള്ളി എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ ആരോഗ്യ കേന്ദ്രവും കൂടിയാണ്. ഒരു മനുഷ്യൻ സമൂഹത്തിന് രോഗം പടർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യം മനുഷ്യരുടെ വിസർജ്യങ്ങളാണ്. അത് തീർച്ചയായും പകർച്ചവ്യാധികൾ നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടൊഴിയാതെ നമ്മളെ കൂടെ തന്നെ നിൽക്കും. ഇവിടെയാണ് മുസ്ലിങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവര് മൂത്രമൊഴിക്കുന്ന സമയത്ത്, അവര് വിസർജിക്കുന്ന സമയത്ത് തെരുവിൽ മൂത്രമൊഴിക്കാറില്ല. കാരണം മദ്രസയിലെ 2ാം ക്ലാസ്സിൽ ഒരു കുട്ടി എത്തിയാൽ ആ കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ വലിയൊരു പാഠം എന്താണ്? മലമൂത്ര വിസർജനം പാടില്ലാത്ത സ്ഥലം. അതിലൊന്ന് ആദ്യം പറയുന്നത് വഴിയാണ്. ഇതുപോലെ ഫലം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ ഇത് പാടില്ല. മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ താമസിക്കുന്ന മാളങ്ങളിലേക്കും ഇത് വെച്ച് പിടിപ്പിക്കരുത്. ഇതുപോലെ തന്നെ ആദരിക്കപ്പെടേണ്ട ഭക്ഷ്യവസ്തുക്കൾ, മറ്റു വസ്തുക്കൾ അതിന്റെ മേലെ വിസർജനം പാടില്ല. ഇങ്ങനെ തുടങ്ങി കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊഴുകുന്ന വെള്ളം, ഇതിലൊന്നും മൂത്രമൊഴിക്കരുത്. നാം 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഒരു ഇസ്ലാമിന്റെ സംസ്കാരമാണ്. പിന്നെ എങ്ങനെയായിരിക്കണം? ഒരാൾക്കും ശല്യമില്ലാത്ത വിധത്തിലാകണം. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളോടും ചേർന്ന് നമ്മൾ നല്ല ശാസ്ത്രീയമായ മൂത്രപ്പുര തയ്യാറാക്കുന്നതിനാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ തെരുവിൽ മൂത്രമൊഴിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അത് ഇങ്ങനെ പള്ളികൾ വന്നാൽ ആ പള്ളികളിലൂടെ ആ ഗ്രാമത്തെ മാലിന്യമുക്തമാക്കാൻ ശേഷമാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. മാത്രമല്ല മനുഷ്യന്റെ വൃത്തി കാത്തു സൂക്ഷിക്കണം. വിസർജിച്ചു കഴിഞ്ഞാൽ അത് കഴുകണം. കാരണം വിസർജ്യത്തിന്റെ ഒരു ചെറിയ അംശം നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായാൽ ഒരിക്കലും അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നില്ല. കാരണം ഖുർആൻ പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? പാപങ്ങളിൽ നിന്ന് മുക്തമായി ശുദ്ധമായ മനസ്സിന്റെ ഉടമകളെയും അതോടൊപ്പം തന്നെ ശരീരവും ധരിക്കുന്ന ഉടയാടകളും ഉപയോഗിക്കുന്ന വസ്തുക്കളും താമസിക്കുന്ന വീടും പരിസരവും എല്ലാം വൃത്തിയോടെ സൂക്ഷിക്കുന്നവരെയുമാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അതിന്റെ പ്രായോഗിക പഠനമാണ് പള്ളികൾ നൽകുന്നത്. വിസർജിക്കാനുള്ള മാലിന്യം കഴുകാനുള്ള സൗകര്യങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ പള്ളിയിൽ കയറി അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ശുദ്ധീകരണം വരുത്തണം. അതിനാണ് വുളൂ എന്ന് പറയുന്നത്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. വുളൂയിലൂടെ മാനവ സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന എന്തെല്ലാം കർമ്മ പദ്ധതികളാണ് അല്ലാഹു തയ്യാറാക്കി
വെച്ചത്. ഉദാഹരണത്തിന് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഉണർത്തട്ടെ. വുളു ചെയ്യുന്നു നമ്മൾ ആദ്യം. ലോകാരോഗ്യ സംഘടന പറയുന്നു, മനുഷ്യർക്കിടയിൽ സാംക്രമിക രോഗങ്ങൾ പടർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മനുഷ്യരുടെ മുൻകൈകളാണ്, കൈകളാണ്. എന്തുകൊണ്ട്? ഈ കൈ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന രണ്ട് സാധനം. ഞാൻ പ്രസംഗിക്കുകയാണ്, ബാക്കി അവയവങ്ങളൊക്കെ അടങ്ങി നിൽക്കുമ്പോഴും കൈകൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നിട്ട് വേഗം പിടിക്കലേതാ, ജലദോഷമുള്ള ആള് പിടിച്ച ആ കമ്പി പോയി പിടിക്കും. അതോടെ നമ്മളെ കൈമലായ അണുക്കൾ. വീടിന്റെ വാതിലിന്റെ ഡോറ് പിടിച്ചാൽ അവിടെയായി, ഫ്രിഡ്ജ് തൊട്ടാൽ അവിടെയായി, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നോട്ട് തൊട്ടാൽ അവിടെയായി. ഈ തൊടുന്നിടത്തൊക്കെ ഈ അണുക്കളുടെ കൈമാറ്റം. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രോഗാണുക്കൾ ഒരു നാട്ടിൽ മുഴുവനും പടർന്നു പിടിക്കും. ലോകാരോഗ്യ സംഘടന പറയുകയാണ്. എന്നാൽ ഇത് പരിഹാരം എന്താണ്? ഈ സാംക്രമിക രോഗങ്ങൾ കൊണ്ട് നാട് നശിക്കാതിരിക്കാനുള്ള പരിഹാരം എന്താ? അവര് പറയുന്നു, ഇടക്കിടക്ക് കൈകൾ കഴുകുക എന്നതാണ് അതിന്റെ പരിഹാരം. ഇവിടെയാണ് നമ്മുടെ നിസ്കാരത്തിലെ വുളു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു മുസ്ലിം 5 നേരം നിസ്കരിക്കാൻ ചുരുങ്ങിയത് 5 നേരം വുളു എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു വുളുവിന്റെ സമയത്ത് മാത്രം 6 തവണ നമ്മൾ മുൻകൈ കഴുകണം. കാരണം ആദ്യം സുന്നത്തായ 3, പിന്നെ ഫർളായ നിലക്ക് കൈ രണ്ടും മുട്ടോടുകൂടെ കഴുകുമ്പോഴും മുൻകൈ കഴുകണല്ലോ. അപ്പൊ ഒരു വുളു തന്നെ 6 എണ്ണമായി, 5, 6 ചേർന്ന 40 തവണയായി. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ നേരം വെളുത്തത് മുതൽ വൈകുന്നേരമാകുമ്പോഴേക്ക് 30 തവണ നിസ്കാരത്തിന് വേണ്ടി മാത്രം മുൻകൈ കഴുകുന്നു. എന്തൊരു വൃത്തിയാണ്! അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലൻ നളാഫ. ഇസ്ലാം എന്ന മതത്തെ അല്ലാഹ് സ്ഥാപിച്ചത് വൃത്തിയുടെ മേലെയാണ്, ശുദ്ധിയുടെ മേലെയാണ്. അങ്ങനെ നമ്മളെ കൈകൾ എപ്പോഴും മാലിന്യമുക്തമാകുന്നു. ഇവിടെ മാത്രം കൈ കഴുകിയാൽ പോരാ. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, അത് രാത്രിയാണെങ്കിലും പകലിലും, ഉണർന്ന ഉടനെ 3 തവണ മുൻകൈ കഴുകാതെ ആ കൈ നിങ്ങൾ ഒരു പാത്രത്തിൽ വെക്കാൻ പാടില്ല, വെള്ളത്തിൽ മുക്കാൻ പാടില്ല, ആ കൈ കൊണ്ട് ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ പാടില്ല, ആ കൈ കൊണ്ട് ഉമ്മമാർ പത്തിരിയുടെ മാവ് കുഴക്കാൻ പാടില്ല. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ 3 തവണ മുൻകൈ കഴുകണം. എന്താണ് അതിന്റെ കാരണം? നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ കൈകൾ എവിടെയായിരുന്നു നിനക്ക് പറയാൻ പറ്റില്ല. അത് പല സ്ഥലങ്ങളിലൂടെയും മേഞ്ഞ് നടന്ന് മാന്തി ചൊറിഞ്ഞ് എല്ലാ അണുക്കളെയും പേറി നിൽക്കുന്ന കൈയാണ്. അതുകൊണ്ട് ആര് എഴുന്നേറ്റാലും ഉറങ്ങി എഴുന്നേറ്റാൽ കൈ കഴുകിയിട്ടേ ബ്രഷ് എടുത്ത് പല്ല് തേക്കാവൂ. ഇതുകൊണ്ടാണ് വുളുവിന്റെ സുന്നത്ത്, ആദ്യത്തെ പ്രവൃത്തിപരമായ സുന്നത്തേതാ? അത് മുൻകൈ കഴുകലാണ്. നിയ്യത്ത് വെക്കലും ബിസ്മി ചൊല്ലലും അത് വാചികവും ഹൃദ്യവുമാണ്. അതിന്റെ കൂടെ കർമ്മപരമായ സുന്നത്ത് മുൻകൈ കഴുകുക എന്നത്. ഇത് 3ഉം ഒന്നിച്ചുണ്ടാകേണ്ടതാണ്. വുളുവിന്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്ന് കരുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി 3 തവണ മുൻകൈ കഴുകണം. ഇതിന് ശേഷമാണ് മിസ്വാക്ക് എടുത്ത് പല്ല് തേക്കേണ്ടത്. പലരും ആദ്യം പല്ല് തേച്ചിട്ട് പിന്നെ അത് വെച്ചിട്ട് കാണാം, പിന്നെ മുൻകൈ കഴുകിയിട്ട് ഒന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെയല്ല അതിന്റെ ക്രമം എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വുളുവിന്റെ മറ്റൊരു ചെറിയ പ്രവർത്തനമാണ്
അത്ഭുതപ്പെട്ടു പോവും. എന്താണ് അതിന്റെ തത്വം? മൂക്കിൽ എന്തിനാ വെള്ളം കയറ്റി ചീറ്റുന്നത്? മൂക്ക് എന്ന് പറയുന്നത് ഒരു വെറും അലങ്കാരത്തിന് വെച്ച ഒരു അവയവമല്ല. നമ്മുടെ ജീവൻ നിലനിർത്താൻ ഓരോ സെക്കൻഡിലും നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് പ്രധാനമായും നമ്മൾ കടത്തിക്കൊണ്ടുപോകുന്നത് മൂക്കിലൂടെ. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ശുദ്ധവായു മാത്രമല്ല ഉള്ളത്, ഒരുപാട് മാലിന്യങ്ങളുണ്ട്, അണുക്കളുണ്ട്, പലതുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് മൂക്കിലൂടെ കയറിപ്പോകും. അത് കയറിപ്പോകുമ്പോൾ ഒരു പരിധിവരെ അതിനെ തടയാനുള്ള സംവിധാനം അള്ളാഹു പ്രകൃതിപരമായി തന്നെ നമ്മളെ ശരീരത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനാണ് മൂക്കിന്റെ ഉള്ളിലെ പട്ടക്കാരെ അള്ളാഹു വിന്യസിച്ചത്. അവിടെ കറുത്ത രോമങ്ങൾ കാണാം. ആ രോമങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീകൾ വരെ, മീശയില്ലാത്ത സ്ത്രീകൾക്കും മൂക്കിന്റെ ഉള്ളിൽ രോമങ്ങളുണ്ട്. അതെന്തിനാ? പ്രതിരോധിക്കാനാണ്. പുകയും പൊടിയൊക്കെ കയറിപ്പോകുമ്പം അതിനെ തടയാനാണ്. എന്നാലും ഇതിന്റെ കണ്ണു വെട്ടിച്ച് കുറേയേറെ മൂക്കിന്റെ ഉൾഭാഗത്തേക്ക് നുഴഞ്ഞു കയറും. അങ്ങനെ കയറിപ്പോയാലോ മൂക്കിന്റെ ഉൾഭാഗത്ത് ഒരു വളഞ്ഞു പുളഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എപ്പോഴും ഒരു നനവുണ്ടാകും, പസർമയുണ്ടാകും. ഏതു പൊടിയും പുകയും ഈ രോമങ്ങളെ കണ്ണുവെട്ടിച്ച് കയറിപ്പോയാലും ആ പശയിൽ ചെന്ന് ഒട്ടിപ്പിടിക്കും. അത് തലച്ചോറിലേക്ക് പോകൂല, അവിടെ തടഞ്ഞു വെക്കുകയാണ്. അതിന് അള്ളാഹു ചെയ്ത പ്രതിരോധ ശക്തിയാണ് മനുഷ്യന്റെ ശരീരത്തിൽ. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളെ ശരീരങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സ്രഷ്ടാവിനെ കണ്ടെത്താൻ സ്വന്തം ശരീരത്തെ പഠന വിധേയമാക്കിയാൽ മതി. അങ്ങനെ ഈ നനവുള്ള സ്ഥലത്ത് കുറെ നേരം പൊടിയും പുകയും ഇങ്ങനെ കയറി ചെന്നാൽ, ഉദാഹരണത്തിന് നമ്മൾ പുളിക്കലങ്ങാടിയിൽ ഒരു കച്ചവടക്കാരൻ രാവിലെ സുബൈ നിസ്കരിച്ച് കട തുറക്കാൻ പോയി. അയാള് ഇരിക്കുന്ന കടയുടെ മുന്നിലൂടെ ലോറിയും കാറും ബസ്സും ഒക്കെ ചീറിപ്പായുമ്പോ പൊടിയും പുകയും അന്തരീക്ഷത്തിൽ കലരും. ശ്വാസോച്ഛ്വാസ സമയത്ത് മൂക്കിലേക്ക് വരും. അത് ആ നനഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിന്ന് നനവ് നഷ്ടപ്പെടും. അങ്ങനെയാണല്ലോ, വെള്ളം കുറെ ഉള്ള സ്ഥലത്ത് ഉണങ്ങിയ മണ്ണ് കൊണ്ടിട്ടാ പിന്നെ വെള്ളം ഉണ്ടാവില്ല. ഇതുപോലെ നനവ് പോകും. ഇനിയും അയാൾ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ആ ഇരുത്തം തന്നെ ഇരുന്ന് ഇങ്ങനെ ശ്വസിച്ചാൽ എന്താ സംഭവിക്കുക? ഈ നനവ് പോയതുകൊണ്ട് ഇനി അങ്ങോട്ട് കയറുന്ന പൊടിയും പുകയും അത് നേരെ ആ നാഷണൽ ഹൈവേ കൂടെ പോയാൽ ചിലപ്പം തലച്ചോറ് വരെ അങ്ങ് പോകും. അവിടെയാണ് പള്ളിയിൽ നിന്ന് വിളി വരുന്നു, ഹയ്യ അലൽ ഫലാഹ്, ഇരുലോക വിജയത്തിലേക്ക് വരുവീൻ. ഈ വിളി കേട്ട് മുസ്ലിമായ മനുഷ്യൻ പള്ളിയിലേക്ക് ചെന്നാൽ ആദ്യം അയാൾ നടന്നത് വാട്ടർ ടാപ്പിന്റെ സമീപത്താണ്. അവിടെ ചെന്നത് ആ മുൻകൈ കഴുകിയിട്ട് ആ വലത് കൈകൊണ്ട് അല്പം വെള്ളം കോരി പകുതി വായിലേക്ക് കൊടുത്ത് ബാക്കി മൂക്കിലേക്ക് വലിച്ചു കയറ്റിയിട്ട് ഇടത് കൈകൊണ്ട് ചീറ്റിക്കളയുന്നു. എത്ര തവണ? ഒരു വുളുവിൽ 3 തവണ. ഇതോടെ എന്താ സംഭവിക്കുന്നത്? മൂക്കിന്റെ ഉൾഭാഗത്തുള്ള നമ്മുടെ പ്രതിരോധ ശക്തി നശിപ്പിച്ച പൊടിയെയും പുകയെയും തുരത്തി നമ്മളെ ആരോഗ്യം വീണ്ടെടുക്കുന്ന പ്രവർത്തനമാണ് ഈ വുളുവിന്റെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലിലൂടെ. ഒരു ദിവസം ചുരുങ്ങിയത് 15 തവണ മൂക്കിന്റെ ഉള്ളു കഴുകാൻ പഠിപ്പിച്ച ഒരു മതം. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹ് പറഞ്ഞതല്ല, ബുനിയൽ ഇസ്ലാമു അലൻ നളാഫ. വൃത്തിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്, ശുദ്ധിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ബാഹ്യം മാത്രമല്ല, ആത്മീയമായ ശുദ്ധിയും വൃത്തിയും കൂടെ വേണം. ഈ രീതിയിൽ പള്ളികൾ ആരോഗ്യ കേന്ദ്രങ്ങളാണ്. സൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങളാണ് പള്ളി തരുന്നത്. അതോടൊപ്പം തന്നെ ആ മഹത്തായ പള്ളി നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ പരിപാലനം അതൊരു വലിയ ദൗത്യമാണ്. പള്ളിയെ നിർമ്മിച്ച ആളുകൾ അതിന്റെ പരിപാലനം ഏറ്റെടുക്കണം. എന്താണ് അതിന്റെ പരിപാലനം? പ്രധാനമായും ആ പള്ളിയെ പരിപാലിക്കേണ്ടത് 2 രീതിയിലാണ്. മഹാനായ റബ്ബ് തആല ഖുർആനിൽ പറഞ്ഞു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫിഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫിഹാ ബിൽ ഉദുവ്വി വൽ ആസാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയെടുക്കാൻ അനുമതി തന്ന ചില ഭവനങ്ങൾ അല്ലാഹു തആല
ഉയർത്തപ്പെടാൻ സമ്മതിച്ച വീടുകളാണ് അള്ളാഹുവിന്റെ പള്ളികൾ. മഹാന്മാരായ താബിഈ പ്രമുഖർ ഈ ആയത്തിന് അർത്ഥം പറയുന്നത് എന്താണ്? അത് തുബ്ന വത്തുഅ, പള്ളിയെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അതിന്റെ നിർമ്മാണം നടത്തുകയും അതോടൊപ്പം തന്നെ അത് മറ്റ് നമ്മുടെ വീടിനേക്കാൾ പ്രൗഢവും ഉയർന്നതുമായിരിക്കുകയും വേണം എന്നതാണ് അള്ളാഹു അതിന് കൊടുത്ത ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങൾ എപ്പോഴും നമ്മളെ വീടിനേക്കാൾ പ്രൗഢമാവണം, ഉയരമുള്ളതുമായിരിക്കണം. ഇതുകൊണ്ടാണ് മുൻഗാമികളായ നമ്മളെ നേതാക്കന്മാർ വലിയ വലിയ പട്ടണങ്ങൾ രൂപം പ്രാപിച്ചപ്പോൾ അവിടെയുള്ള പള്ളികൾ മറ്റെല്ലാ ബിൽഡിങ്ങുകളെക്കാളും മേലെയാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഒരുപാട് നില പള്ളി ആവശ്യമില്ലാത്തതിനാൽ പള്ളി എല്ലാറ്റിന്റെയും മേലെ വരാൻ വേണ്ടി നിർമ്മിക്കുന്ന സംസ്കാരം വന്നത് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പള്ളികൾ നമ്മളെ വീടുകളെക്കാൾ പ്രൗഢമായിരിക്കണം. ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, ആഖിർ സമാന്റെ അടയാളമാണ് പള്ളിയൊക്കെ പ്രൗഢമാകുക, അതുകൊണ്ട് അങ്ങനെയുള്ള ഗംഭീര പള്ളി ഉണ്ടാക്കാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. അത് ശരിയല്ല. ഖിയാമത്ത് നാളിന്റെ അലാമത്തായി നബിതങ്ങൾ എണ്ണിയ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ഹറാമായ സംഗതിയല്ല. അതൊക്കെ അന്ത്യനാളോടെടുക്കുമ്പം കാണുന്ന ചില ചിത്രങ്ങളാണ്. അതിൽ നല്ലതുണ്ട്, ചീത്തയൊക്കെ ഉണ്ട്. പള്ളി നമ്മളെ വീടുകളെക്കാൾ എപ്പോഴും മേലെയാവണം. എന്താ ഇന്നത്തെ നമ്മളെ വീടിന്റെ അവസ്ഥ? പഴയ വീട് പോലെയാണോ? അല്ല, എല്ലാ സൗകര്യം അത് നമ്മാണ്. അതിന്റെ ഭാരം നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യം വേണം. അത് തെറ്റേക്കാളും ബിൽഡിങ്ങുകളെക്കാളും സുന്ദരമായി നിലനിർത്തേണ്ടത് അള്ളാഹുവിന്റെ പള്ളികളാണ്. അതേ സമയത്ത് തന്നെ പള്ളികളുടെ പരിപാലനത്തിൽ നിർമ്മാണ ഉയർച്ചയെ പോലെ തന്നെ അതിന്റെ ആത്മീയമായ ഉയർച്ചക്കാണ് നമ്മൾ ഏറ്റവും അധികം മുൻതൂക്കം നൽകേണ്ടത്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളി പരിപാലിക്കുന്നവരും അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഒരുപാട് ഓഫറുകൾ തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളതാ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അതിന്റെ നടത്തിപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന, അവിടെ നിസ്കരിക്കാൻ വരുന്നവർക്ക് വെള്ളമുണ്ടോ, വൃത്തിയുണ്ടോ, അവിടെ സേവനം ചെയ്യുന്നവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ഫസ്ഫദൂ ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളൂ. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ഖുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരും മാത്രമാണ് അല്ലാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നവർ? അത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ മാത്രമാണ് ആത്മാർത്ഥമായി പള്ളി പരിപാലിക്കുന്നവർ. അതുകൊണ്ട് പള്ളിയുടെ ഭാരവാഹിയാകുക, പരിപാലിക്കാൻ ഒരു അനുമതി കിട്ടുക, അവസരം ലഭിക്കുക എന്നതിനെ സസന്തോഷം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. ഒഴിഞ്ഞു മാറി നമ്മൾ പോകേണ്ട ഒരു കാര്യമല്ല. അതൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പള്ളിയുടെ പ്രസിഡന്റാണ് ഞാൻ എന്ന അർത്ഥത്തില പള്ളിയുടെ പ്രസിഡന്റ്. അള്ളാഹിന്റെ പള്ളിയുടെ വീടിന്റെ ജനറൽ സെക്രട്ടറി എന്ന അർത്ഥത്തിലല്ല പള്ളിയുടെ സെക്രട്ടറി. പിന്നെയോ ആ പള്ളി പരിപാലനത്തിന്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന വിനീതനായ ഒരു സേവകനാണ് അതിന്റെ പ്രസിഡന്റ്. അതേപോലെ തന്നെ വിനയാന്വിതനായ സേവകനാണ് ജനറൽ സെക്രട്ടറി. ഇവര് പള്ളിയിലേക്ക് വരുന്നത് എന്തിനാ? ആ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയാണ്. പള്ളിയിലേക്ക് കയറി വന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു മാലിന്യം കണ്ടാൽ ഉടനെ സെക്രട്ടറി തരയാൻ പാടില്ല. എവിടെ പോയി ഇവിടുത്തെ മോദിന്, ഇവിടുത്തെ മുക്രിക്ക, എവിടെ ഇതൊന്നവർ നോക്കുന്നില്ലേ, അവിടെ മാറാത്തമ്പല കണ്ടില്ലേ, ഇവിടെ എലിക്കാട്ടം കണ്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ കണ്ട നജസ് കണ്ടവൻ എടുത്തു കളയൽ നിർബന്ധമാണ്.
അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് വന്നു ഒരു ദിവസം. ആ സമയത്തതാ ഖിബലയുടെ ഭാഗത്തുള്ള ചുമരിൽ ആരോ തുപ്പിയപ്പോൾ തെറിച്ചതാകാം അല്പം കഫം ചുമരുമ്പൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടു. മുത്തുനബി ഒരുപാട് ശിഷ്യന്മാരവിടെയില്ലേ, അവരൊക്കെ നോക്കി നിൽക്കേ. ഇതാണ് അതിന്റെ സ്വഹാബ് സേവനം ചെയ്യും. എളിയ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്ന കമ്മിറ്റിക്കാരും അവരോടൊപ്പം ഇത്തരം സേവനങ്ങളിലൊക്കെ പങ്കാളികളായി എപ്പോഴും നമ്മളെ പള്ളിക്ക് വൃത്തി ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എവിടെയാണ്? നല്ല ഗംഭീര പള്ളി ഉണ്ടാക്കും, എന്നാലോ പള്ളിക്ക് വൃത്തി വരുത്താൻ ഒരാളെ നമ്മൾ നിശ്ചയിക്കൂല. അതെല്ലാം കൂടി ഒരു ഇമാം. ഈ ഇമാമിന് മൂത്രപ്പുര കഴുകണം, അയാൾ തന്നെ മുന്നിൽ നിന്ന് ഇമാമത്ത് നിൽക്കണം, ബാങ്ക് കൊടുക്കണം, എല്ലാം ചെയ്യണം. എന്നാൽ 5 കൊല്ലം കൊണ്ട് പള്ളി 5 പൈസക്കില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്തിട്ട് ഒരു നല്ല ക്ലീനറെ വെക്കണം പള്ളിക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ആ തിളക്കം എന്നും ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് എടവണ്ണപ്പാറ പള്ളിയിൽ വന്നു. എടവണ്ണപ്പാറ പള്ളിയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം 10,000 ഉറുപ്പ്യാണ് അവിടെ ക്ലീനർക്ക് നമ്മൾ കൊടുക്കുന്നത്. എന്താ അങ്ങനെ കൊടുത്തത്? അത് അദ്ദേഹത്തിന് നിരന്തരം ഇത് തന്നെയാണ് പണി. ഒരു പൊടി പോലും പള്ളിയിൽ കാണൂല. അതുകൊണ്ട് മറ്റു പള്ളി കമ്മിറ്റിക്കാരടക്കം നമ്മളെ പള്ളിയിലാണ് നിസ്കരിക്കാൻ വരിക. വൃത്തിയും ശുദ്ധിയും അവിടുത്തെ സന്തോഷവും അതാണ്. ഈ രീതിയിൽ വൃത്തി കാത്തു സൂക്ഷിക്കണേ ഒരാളെ വെക്കണം. അതിന് നമ്മൾ എത്ര പൈസ ചെലവാക്കിയാലോ നമുക്ക് ലാഭമാണ്. അത് ആളെ വെക്കാതെ പോയാൽ മൂത്രപ്പര ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒന്നിനും പറ്റാതെയാവും. അത് കയറാൻ തന്നെ പറ്റൂല. നമുക്കറിയാലോ നമ്മളെ മുനിസിപ്പാലിറ്റിന്റെയും പഞ്ചായത്തുകളുടെ ഒക്കെ മൂത്രപ്പുരകളുടെ അവസ്ഥ എന്താ? അങ്ങോട്ട് വേറെ ആരും കയറാത്തത് അത് വൃത്തിയാക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ പള്ളി അതിന്റെ മഹത്വത്തെ കാത്തു സൂക്ഷിച്ച് നമ്മൾ പരിപാലിക്കണം. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അതിന്റെ മര്യാദകളൊക്കെ പാലിക്കണം. 5 നേരത്തെ ജമാഅത്തിന് ആണുങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് വന്നുകൊണ്ടാണ് പള്ളിയെ പരിപാലിക്കേണ്ടത്. അള്ളാന്റെ ഹബീബ് കണ്ണ് കാണാത്ത സ്വഹാബിയോട് പോലും ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരണമെന്നാണ് ഉപദേശിച്ചത്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അതൊരു വലിയ സൗഭാഗ്യം. ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ചില മര്യാദകളുണ്ട്. പള്ളിയിൽ പോകുന്ന ആളുടെ ശരീരത്തിൽ ദുർഗന്ധങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വീടി വലിച്ച വാസനയോ ഉള്ളി തിന്ന വാസനയോ ഇതുപോലെ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു ദുർഗന്ധവും പള്ളിയിലേക്ക് പോകുന്നവനിൽ ഉണ്ടായിക്കൂടാ. മുത്തുനബി പറഞ്ഞു, മൻ അകല മിൻ ഹാദിഹി ശജറ ഫലാ യഖ്രിബന്ന മസാജിദനാ. ആരെങ്കിലും വെളുത്ത ഉള്ളി പച്ചക്കു ഭക്ഷിച്ചാൽ, വേവിക്കാതെ തിന്നാൽ പള്ളിയുടെ പരിസരത്ത് പോലും അവൻ വന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. അതിനേക്കാളും ഗൗരവമുണ്ടാവും വീടി സിഗരറ്റ് എന്നാ എനിക്ക് തോന്നുന്നത്. സുജൂദിലും റുകൂലും ഒക്കെ പോകുമ്പോ അടുത്തുള്ള ആളുകൾക്ക് ഭോപ്പാൽ ദുരന്തം പോലെ അനുഭവപ്പെടും. ഇത് ശല്യമാണ്. അത്തരക്കാര് പള്ളിയിൽ വരരുത് എന്നാണ് നബിയുള്ളാഹിങ്ങൾ പറഞ്ഞതെങ്കിൽ നമ്മളത് ഗൗരവത്തിലെടുക്കണം. അതിനു മുമ്പ് അങ്ങനത്തെ ശീലമുള്ള ആളുകൾ നന്നായി ബ്രഷ് ചെയ്ത് വൃത്തി വരുത്തണം. അവിടുന്ന് പറഞ്ഞു, മനുഷ്യർക്ക് ശല്യമുണ്ടാക്കുന്നതൊക്കെ മലക്കുകൾക്കും ശല്യം ഉണ്ടാക്കും, അവരുടെ ലഅനത്തിന് കാരണമാകും. അതുകൊണ്ട് നല്ല വൃത്തി കാത്തു സൂക്ഷിച്ച് സുഗന്ധം ഉപയോഗിച്ചാണ് നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത്. മാത്രമല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. മഹാനായ തിരുനബി പറയുകയാണ്, പള്ളിയിലേക്ക് വരുമ്പോൾ അതിന്റെ ജന്നിബൂ മസാജിദക്കും സിബിയാനക്കും, നിങ്ങളെ ചെറിയ കുട്ടികളെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകരുത്. ചില ആളുകൾക്ക് വലിയ സന്തോഷമാണ് പെരുന്നാളായാലും ജുമഅക്കൊക്കെ വകതിരി ചെറിയ കുട്ടികളെ പള്ളിയിൽ വരും. കാർപ്പറ്റിൽ ചിലപ്പം നിന്ന് മൂത്രമൊഴിക്കും. അത് വലിയ അപകടമാണ്. അത് റസൂലുള്ള നിരോധിച്ചതാണ്.
ചെറിയ കുട്ടികളെ പള്ളി കൊണ്ടുപോകാൻ പാടില്ല. വ മജാനീനക്കും നിങ്ങളെ കൂട്ടത്തിൽ ബുദ്ധിഭ്രമം സംഭവിച്ചവരുണ്ട്, കുട്ടികളെ പോലെയാണ്, അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകരുത്. അതുപോലെ വസല്ല സുയൂഫിക്കും, ആരും തന്നെ ആയുധങ്ങളൊന്നും പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പണ്ടൊക്കെ മലപ്പുറത്തുകാരൊക്കെ അടക്ക മുറിക്കണ ഒരു കത്തി ഉണ്ടാവും അരയില്. പള്ളിയിൽ പോകുന്ന സമയത്ത് ഇത് ഊരി വെച്ചോളണം, പള്ളിയിലേക്ക് ആയുധം കൊണ്ടുപോകരുത്. മുത്തനബി തങ്ങളുടെ ഉപദേശമാണ്. ഇതുപോലെ ഇഖാമത്തി ഹുദൂദിക്കും, ഭരണകൂടമാണ് എങ്കിൽ അവര് ശിക്ഷാമുറകളൊന്നും പള്ളിയിൽ വെച്ച് നടപ്പാക്കരുത്, അത് നജസാകാൻ കാരണമായി പോകും. ശബ്ദങ്ങൾ ഉയരുന്ന ഒരേർപ്പാടും പള്ളിയിൽ വെച്ച് നടത്തരുത്. പള്ളി കമ്മിറ്റി തന്നെ ബഹളമയമായ രീതിയിൽ കൂടുന്ന പള്ളി കമ്മിറ്റിയാണോ, പള്ളിയിൽ നിന്ന് കമ്മിറ്റി കൂടാൻ പാടില്ല. അവര് പുറത്തു പോട്ടെ, മദ്രസിൽ പോട്ടെ, വേറെ വീട്ടിലേക്ക് പോകട്ടെ, അള്ളാന്റെ പള്ളിയിൽ വെച്ച് ശബ്ദം വെക്കരുത്. ഹുസൂമാത്തിക്കും, നിങ്ങളെ തർക്കങ്ങളൊന്നും പള്ളിയിൽ നടത്തരുത്. വെള്ളിയാഴ്ച ജുമുഅ ദിവസത്തിൽ നിങ്ങൾ പള്ളിയിൽ ഊത് പുകപ്പിക്കണം. അത് പള്ളിയിൽ സുന്നത്താ. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഊത് അവിടെ പുകക്കണം, അവിടെ വരുന്നവർക്കൊക്കെ നല്ല ഒരു സുഗന്ധം കിട്ടണം. ഇതായിരിക്കണം പള്ളി. ആ പള്ളിയിലേക്കുള്ള പ്രവേശന സ്ഥലത്തു തന്നെ ശുചീകരണത്തിനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ് നമ്മളെ പള്ളികളിൽ നമ്മൾ കാണുന്നത്. പള്ളി പരിപാലിക്കുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ പള്ളിയിലേക്ക് അങ്ങ് പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വീടാണ്, സാധാരണ ലാഘവത്തോടെ നമ്മൾ അങ്ങോട്ട് കയറരുത്. പടച്ചവന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കോടതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോ എന്താ അവസ്ഥ? കോടതിയിൽ കയറേണ്ട, കോടതിയുള്ള പരിസരത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ പോലും ഹോണടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണമെന്നല്ലേ നിയമം? പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ അതിൻ്റെതായ ആദരവോടെ കയറണമെന്നല്ലേ നമ്മൾ ഇതിനേക്കാൾ എല്ലാ രാജാക്കന്മാരെയും രാജാവായ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരു പേടിയുമില്ലാതെ, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഇളമത്ത്, ആദരവിന്റെ ചിന്തയില്ലാതെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലരുത്. ശ്രദ്ധിച്ചുകൊണ്ട് വലത് കാലം ബിസ്മി ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, പടച്ചവനെ നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണം. ഞാനിതാ നിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരുപാട് റഹ്മത്ത് എനിക്ക് കിട്ടണമെന്ന്. അങ്ങനെ പള്ളിയിലേക്ക് കടന്നതിന് ശേഷം അള്ളാന്റെ വീട്ടിലെത്തിയവർ അള്ളാഹുവിന് എന്തെങ്കിലും ഒന്ന് കാണിക്ക സമർപ്പിക്കണം. അങ്ങനെയല്ലേ നമ്മൾ ഒരു പുരയിലേക്ക് പോകുമ്പോ ഒരു അലുവക്കെട്ടോ അല്ലെങ്കിൽ അല്പം വറുത്തകായോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഭവമായിട്ടാണ് നമ്മൾ ഒരാളെ വീട്ടിലേക്ക് ചെല്ലുക. അള്ളാഹുവിന് വറുത്തകായ വേണ്ട, മിച്ചറും ഒന്നും വേണ്ട. പടച്ചവന്റെ മുമ്പിൽ കാണിക്ക സമർപ്പിക്കാൻ തഹിയ്യത്ത് എന്ന പേരിൽ ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. 2 റക്അത്ത് ആ സുന്നത്ത് നിസ്കരിക്കുക. അത് ഇരിക്കുന്നതിന് മുമ്പാവണം. കാരണം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പം കൊണ്ടുചെന്ന കാണിക്ക അത് കയ്യിൽ പിടിച്ചിട്ട് അവസാനം പെണ്ണ് കാണാൻ പോകുമ്പോൾ മുട്ടായി കൊടുക്കണ മാതിരി ആകരുത്. ഒക്കെ തിന്നതിന്റെ അവസാനം പോരുമ്പം കൊടുക്കണ മാതിരിയല്ല. ഇത് ചെന്നാട് കൊടുക്കണം. നമ്മളൊരു കോളും കൊണ്ടുപോയാൽ അത് ആദ്യമായിട്ട് ഏൽപ്പിക്കുക. ഇതേപോലെ വീട്ടിലേക്ക് കയറി ഇരിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ഭവനത്തിൽ നമ്മൾ വെക്കേണ്ടത് 2 റക്അത്ത് തഹിയ്യത്താണ്. അത് വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ വരുമ്പോൾ ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിസ്കാരങ്ങളൊന്നും പാടില്ല. ഏതുവരെ? അന്നത്തെ സുബഹി ഒരാൾക്ക് ഖളാ ഉണ്ട്, അയാൾ ഏതായാലും പള്ളിയിൽ പോയിട്ട് ഇനി അവിടെ നിസ്കരിക്കുക സുബഹി എന്ന് കരുതി വന്നതാണ്. ഖുതുബ തുടങ്ങിപ്പോയാൽ സുബഹി നിസ്കരിക്കൽ പാടില്ലാത്തതാണ്. എന്നാൽ ആ സമയത്ത് പോലും നിസ്കരിക്കാൻ അനുമതിയും കൽപ്പനയും പള്ളിയിൽ കാഴ്ചവെക്കേണ്ട തഹിയ്യത്ത് നിസ്കാരമാണ്.
അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നിസ്കരിക്കലും ആയത്തിന്റെ കൂടെ തഹിയ്യത്തും കൂടെ കരുതാം. ഇങ്ങനെ നമ്മൾ പള്ളിയിൽ കയറിയാൽ അതിന്റെ അദബ് പാലിക്കും. ഇരിക്കുന്നതിന്റെ മുമ്പ് തന്നെ നിസ്കരിക്കണം. എന്നാൽ ഒരാള് പള്ളിയിൽ കയറി അറിയാതെ അങ്ങ് ഇരുന്നുപോയി. ഇരുന്ന ഉടനെ അവൻ ഓർമ്മയായ തഹിയ്യത്ത് നിസ്കരിച്ചില്ലല്ലോ, എന്നാൽ ഉടനെ എഴുന്നേറ്റ് തഹിയ്യത്ത് നിസ്കരിക്കാം. അല്ലെങ്കിൽ പള്ളിയിൽ കയറിയപ്പോ അല്പം ദാഹമുണ്ടവന്, പള്ളിന്റെ ഉള്ളിലാണെങ്കിൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിന്ന് കുടിക്കൽ അകാരണമായി കറാഹത്താണ് എന്നതിനാൽ ഒരാൾ ഇരുന്ന് ആ വെള്ളം കുടിച്ചാൽ ആ ഇരുത്തം കൊണ്ടും തഹിയ്യത്ത് നഷ്ടപ്പെടൂല. അയാൾക്ക് വേഗം ഉണർന്ന് എഴുന്നേറ്റ് തഹിയ്യത്ത് നിസ്കരിക്കാം. ഇനി ഒരാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ സമയം കാണുന്നില്ല, ഇഖാമത്തിന്റെ ടൈമായി, ഒരു മിനിറ്റേ ഉള്ളൂ, ആ നേരത്ത് നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കരുത്. ചില ആളുകൾക്ക് സമയബോധം ഉണ്ടാവൂല, മിഹ്റാബിന്റെ നേരെ ബാക്കിൽ വന്ന് ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് സുന്നത്തിന് കൈകെട്ടും. ഇത് പാടില്ല, അത് കറാഹത്താണ്. ഇതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കുന്നില്ല, പക്ഷേ നമ്മൾ അവിടെ ഇരിക്കാതെ നിൽക്കുക. ഇനി നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ഫർദ് നിസ്കാരം, അതിന്റെ കൂടെ നമുക്ക് തഹിയ്യത്ത് കരുതിയാൽ മതി. ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് നമ്മൾ തഹിയ്യത്തിന് കൈകെട്ടരുത്, സുന്നത്ത് നിസ്കാരത്തിനും കൈകെട്ടരുത്. ഇനി ഒരാൾക്ക് അങ്ങനെ തഹിയ്യത്ത് നിസ്കരിക്കാൻ തീരെ കഴിയാത്ത അവസ്ഥയിലാവുകയായി, അവന് വുളു ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇഖാമത്ത് കൊടുക്കാറായി, എന്നാൽ അവന് വേറെ ഒരു സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയിൽ അളീം എന്ന് 4 തവണ ചൊല്ലിയാൽ അത് തഹിയ്യത്തിന് പകരമാകും. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ കയറുമ്പോൾ അദബ് നമ്മൾ പാലിക്കുക. ഇനി ആ പള്ളിയിൽ കയറി പരമാവധി അവിടെ കയറുമ്പോൾ തന്നെ എന്ത് കരുതുക? ഞാൻ അല്ലാഹുവിന്റെ പള്ളിയിൽ അല്പനേരം അടങ്ങി നിന്നാൽ അത് ഇത്തിക്കാഫായി. അത് ഇരിക്കണമെന്നില്ല, കിടക്കണമെന്നില്ല, നടന്നാലൊക്കെ ഇത്തിക്കാഫാ. അപ്പൊ കരുതിയാൽ പള്ളിയിൽ ഭജനമിരിക്കുന്നത് അത് അല്ലാഹുവിൽ വലിയ പുണ്യമാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ കയറുന്നിടത്ത് തന്നെ നമ്മൾ ഈ ഇരുത്തത്തിന്റെ ഇത്തിക്കാഫിന്റെ നിയ്യത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതി വെക്കാറുണ്ട്. അപ്പൊ കയറുമ്പം തന്നെ അതും കൂടെ കരുതി അതിലേക്ക് പ്രവേശിക്കുക. പരമാവധി പള്ളിയിൽ തന്നെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നബി പറഞ്ഞു, അൽ മുഅ്മിനു ഫിൽ മസ്ജിദി, പള്ളിയിലെത്തിപ്പെട്ട വിശ്വാസി അവൻ ആരെ പോലെയാണ്? പള്ളിയിലെത്തിപ്പെട്ട വിശ്വാസി അവൻ ആരെ പോലെയാണ്? വെള്ളത്തിലിട്ട മത്സ്യത്തെ പോലെയാണ്. വെള്ളത്തിലിട്ട മത്സ്യം ഒരിക്കലാടാൻ ആഗ്രഹിക്കില്ല, തന്നെ നിൽക്കാനായിരിക്കും ബോധി. അതേ സമയത്ത് മുനാഫിഖായ മനുഷ്യൻ പള്ളിയിലെത്തിയാലോ കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ്. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ മനോഭാവം എന്താ നോക്കണം. കൂട്ടിലടച്ച പക്ഷി എന്താ ചെയ്യുക? കൂട് തുറക്കുന്നതിന് മുമ്പ് പറക്കാൻ ഒരുങ്ങുകയാണ്. ഇതേപോലെയാണ് മുനാഫിഖ്. ഒരു സ്ഥലം ഇമാമ് വീട്ടിയാൽ മഅ്മൂം റോട്ടിലെത്തിപ്പോകുകയാണ്. ഇത്ര പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വെമ്പലുണ്ടാകുന്നത് ഈമാനിന്റെ കുറവാണ്, കാപട്യത്തിന്റെ ലക്ഷണമാണ്. അതിനാൽ പള്ളിയിൽ പരമാവധി നമ്മൾ ഇരിക്കുക. പള്ളിയിൽ വെച്ച് നിരോധിച്ചതൊന്നും നടത്തരുത്. മുത്തുനബി അതാ വിരോധിക്കുകയാണ്. നഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തനാശുദിൽ അശ്ആരി ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് ഗാനമേള നടത്താൻ പാടില്ല. പാട്ടുപാടുന്നത് പള്ളിയിൽ പറ്റൂല. അതേ സമയത്ത് ആത്മീയ ചിന്തയുണ്ടാക്കുന്ന ബെയ്ത്തുകളും ആത്മീയ ചിന്തയുണ്ടാക്കുന്ന ഷഅറുകളും അവിടെ ആലപിക്കാം. അത് നബി തങ്ങൾ തന്നെ മാതൃക കാണിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യലൗ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി വകാന യഖൂമു അലൈഹി ദായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൻ നബവിയിൽ ഹസ്സാൻ തങ്ങൾക്ക് റസൂലുള്ള ഒരു സ്റ്റേജ് കെട്ടിക്കൊടുത്തിരുന്നു. എന്നും മുത്തുനബിയുടെ മദ്ഹ് ആ സ്റ്റേജിൽ കയറി ഹസ്സാൻ തങ്ങൾ ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് ബുർദ പോലുള്ളവ പള്ളിയിൽ നിന്ന് ആവാം. അതുപോലെ മദ്ഹിന്റെയും ആത്മീയ ചിന്തയുണ്ടാക്കുന്ന കവിതകളാകാം. എന്നാൽ നമ്മളെ നമ്മളെ ഉന്മേഷത്തിന് വേണ്ടി അവതരിപ്പിക്കുന്ന ഗാനങ്ങള്, പാട്ടുകള്, ഇതൊന്നും പള്ളി
വെച്ച് പാടാൻ പാടില്ല. ഇതുപോലെ തന്നെ വഅനിൽ ബൈഇ വശ്ശറാ, വിൽപ്പന, വാങ്ങുക, ഇത് റസൂൽ വെച്ചു. പള്ളിയുടെ ഉള്ളിൽ വെച്ച് ലേലം വിളി നടത്തരുത്. അതൊക്കെ നമ്മൾ പരമാവധി പുറത്തേക്ക്, പണ്ടത്തെ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ദിക്റൽക്കലൊക്കെ കിട്ടുന്ന കോയമുട്ടിയും കാര്യമൊക്കെ ലേലം വിളിക്കുന്ന ഒരവസ്ഥ, അത് ഒഴിവാക്കുക എന്നതാണ് പള്ളിയുടെ മഹത്വം. ഇതേപോലെ മുത്തുനബി പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിന്റെ മുമ്പ് ഇൽമു പറയാനുള്ള സദസ്സൊരുക്കുക. ഇത് റസൂലുള്ള നിരോധിച്ചിരിക്കുന്നു. ഇതാണ് തറപ്രസംഗം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. ജുമുഅക്ക് വരുന്ന ആളുകൾ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് പറഞ്ഞതാ, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച. ഫഅക്സിറു അലയ്യ മിനസ്സലാ, അന്ന് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്ത് ചെല്ലുമ്പോൾ അതെന്റെ പേരിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സ്വലാത്താണ്, ഞാനത് പ്രതീക്ഷിക്കുകയാണ്. ആ സ്വലാത്തിനെ മുടക്കി, അൽ കൗഫിനെ മുടക്കി വെള്ളിയാഴ്ച നിസ്കാരത്തിന്റെ മുമ്പ് ഒരു പ്രഭാഷണം, അതിനു വേണ്ടി ഒരു വേദി ഉണ്ടാക്കുക, ഇത് റസൂലുള്ള വിരോധിച്ചതാണ്. ജുമയുടെ ദിവസത്തിലെ പ്രസംഗം ഒന്നുകിൽ അതിരാവിലെ, അല്ലെങ്കിൽ ജുമ നിസ്കാരത്തിന്റെ ശേഷം. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. ആ രീതിയിലായിരിക്കണം നമ്മൾ പള്ളിയെ പരിപാലിക്കേണ്ടത്. ഇതേപോലെ തന്നെ പള്ളിയിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി, അതിനെ സംബന്ധിച്ച് ആരെങ്കിലും ചോദിച്ചു വരാൻ, അനൗൺസ് ചെയ്യാൻ ഇതൊന്നും പാടില്ല. ഒരു മൊബൈൽ കാണാതെയായി, ഒരു ചാവി പോയിട്ട് കിട്ടുന്നവർ ഇവിടെ ഏൽപ്പിക്കണം. മിഹ്റാബിൽ നിന്ന് ഈ അനൗൺസ് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ള വിരോധിക്കുകയാണ്. പോയി സാധനങ്ങളെ പള്ളിയിൽ വന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ എന്താണ് അവനോട് പറയേണ്ടത്? ലാ റദ്ദഹുല്ലാഹു ഇലൈക്, അല്ലാഹു തനിക്ക് മടക്കി തരാതിരിക്കട്ടെ എന്ന് അവനോട് പറയേണ്ടത്. കാരണം ഇത് പള്ളി എന്ന് പറയേണ്ടത് മുറ്റത്തിറങ്ങിയിട്ട് അവിടെ പരസ്യം ചെയ്തോ, ഇങ്ങനത്തെ അനൗൺസ്മെന്റുകളൊന്നും നടക്കേണ്ട സ്ഥലമല്ല. നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് പള്ളിയോടുള്ള ഹുർമത്തൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ കൊടുവള്ളിയിൽ ടൗണിലെ അധികാരിയുടെ പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞാനൊരു ഒരു റമദാനിൽ പ്രസംഗത്തിന് ചെന്നപ്പോ എന്റെ കയ്യിൽ ഒരു കിതാബ് ഉണ്ടായി. ആ കിതാബ് ഞാൻ അവിടുത്തെ മിമ്പറിന്റെ മേലെ വെച്ചു. അപ്പൊ പ്രായമുള്ള അവിടുത്തെ മുക്രിക്ക് എന്നോട് വന്ന് പറഞ്ഞു, മോനെ അയ്മല് വെക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഇത് കിതാബാണ്. പക്ഷെ അത് കിതാബാണെന്നൊന്നും നാടന്മാർക്ക് തിരിയില്ലല്ലോ. അതുകൊണ്ട് അവരും എന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഈന്റെ മേലെ വെക്കും. അതുകൊണ്ട് വെക്കാൻ പാടില്ല. എനിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ നമുക്ക് വല്ല വിലയുണ്ടോ? മിഹ്റാബുമേൽ എന്തൊക്കെ സാധനങ്ങളാ നമ്മൾ മിമ്പർമേൽ കയറ്റി വെക്കുക. പിന്നെ അത് വെള്ളിയാഴ്ച തട്ടിയടിച്ചിട്ട് ഇരിക്കാൻ പറ്റിയ കോലത്തിലാക്കുക. പക്ഷെ അത് ചെയ്യാൻ അള്ളാന്റെ ദിക്ർ ചൊല്ലുന്ന ഒരു ഇടമാണ്. അവിടെ ഇങ്ങനെ നമ്മളെ മൊബൈലും താവി കൂട്ടും. ഇത് വെക്കാനുള്ള നമ്മുടെ പള്ളിയിലെ മെമ്പർ അതിന്റെ പവിത്രത അതിന് കൊടുക്കണം. മിഹ്റാബിന് അതിന്റെ പവിത്രത കൊടുക്കണം. അങ്ങനെ പള്ളി പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാകണം. ആ പള്ളിയിൽ ഇനി നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ആ പള്ളിയുടെ ആ മഹത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പള്ളിയിൽ അതിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് കൊടുക്കുക. അതുപോലെ തന്നെ ഫാൻ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ഓരോ ദിവസവും ഇടക്കിടക്ക് മാറ്റേണ്ടി വരുന്ന ചില പായകൾ ഉണ്ടാകും, ചവിട്ടികൾ ഉണ്ടാവും. ഇതൊന്നും പറയാൻ കാത്തിക്കരുത്. നമ്മളിങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ കാണുകയാണ്, ആ ഹൗലും കരുക്കലുള്ള ഇത് വെള്ളം വലിച്ചെടുക്കാൻ അതിന് ശേഷിയില്ല, പറ്റ ദുർബലനായിട്ടുണ്ട്, അത് കീറിപ്പോയിട്ടുണ്ട്, എന്നാൽ എന്റെ വകയിൽ അത് അങ്ങാടി പോകുമ്പോ ഒന്ന് വാങ്ങി ആരും കാണണ്ട, നമ്മൾ അവിടെ ഇട്ട് പോരാ. ഇതിങ്ങനെ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് പള്ളി എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ആദ്യമായി പള്ളിയുടെ എല്ലാ ഭാഗത്തും കിന്തിയിൽ തൂക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് പഴയ കാലത്തെ റാന്തൽ വിളക്കിന്റെ ഒന്നുകൂടി പ്രാചീന സാധനമാണ് കിന്തിയിൽ. അത് പളുങ്കിന്റെ ചില്ലിന്റെ ഉള്ളിൽ എണ്ണ ഒഴിച്ചിട്ട് വെളുക്ക് കത്തിക്കുകയാണ്. അപ്പൊ നല്ല നിറം ഉണ്ടാവും. അന്ന് വരെ മസ്ജിദുൻ നബവിയില് രാത്രി വെളുക്ക് കത്തിക്കാറില്ല. ഈ ഇരുട്ടത്ത് തന്നെയാണ് അവര് നിസ്കാരത്തിനൊക്കെ വരിക. അപ്പൊ ഈ വെളിച്ചം എങ്ങനെ കണ്ടപ്പോ സ്വഹാബത്ത് പറയാ, റസൂലുള്ളാഹി തങ്ങൾ റൂമിൽ നിന്നിട്ട് ഇറങ്ങിയപ്പോ മുത്തുനബിന്റെ മുഖം
ഈ വെളിച്ചത്തിൽ ഇങ്ങനെ ലംഘുകയാണ്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ദമസ്കസ് അത് കുറിച്ചത് ഇസ്ലാമിനൽ ആഖിറ, ദുനിയാവിലും അള്ളാഹു നിങ്ങൾക്ക് വെളിച്ചം തരട്ടെ, ഖബറിലും പരലോകത്തും നിങ്ങൾക്ക് അള്ളാഹു പ്രകാശം തരട്ടെ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് സന്തോഷം അടക്കാൻ പറഞ്ഞു. അമാ ഇന്നഹു ലൗ കാനത്ലി ഇബ്ന, എനിക്ക് ഇനിയും ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ലസബ്ബതുക, ആ കുട്ടിയെ നിങ്ങൾക്ക് കെട്ടിച്ചു തരുമായിരുന്നു തമീമുദ്ദാരി. അള്ളാന്റെ പള്ളിയിലല്ലേ നിങ്ങൾ വെളുക്ക് വെച്ചത്, അതൊരു വല്ലാത്ത സൽക്കർമ്മമാണ്. ഇത് കേട്ടപ്പോ ധാരാളം പെൺകുട്ടികളുള്ള ഒരാളുണ്ട്. അദ്ദേഹം നീച്ചിന്നിട്ട് ഉടനെ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, നൗഫൽ ബിൻ ഹാരിസ് എന്ന സഹാബി പറയാ, ലീ ഇബ്ന, എനിക്കുണ്ട് ഒരു കുട്ടി മുത്തുനബിയെ, യാ റസൂലല്ലാഹ്, തുസമ്മ മുഗീറ ബിൻതു നൗഫ് ആണ് അവളെ പേര്, അതുകൊണ്ട് ഞാൻ അവളെ ഇദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. അങ്ങനെ തമീമുദ്ദാരി വെളുക്കെത്തിച്ചതിന്റെ പേരിൽ ഒരു പെണ്ണും കിട്ടാനുള്ള അവസരം ഉണ്ടായി എന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി പള്ളിയിൽ ലൈറ്റ് കത്തിച്ച സ്വഹാബിക്ക് റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിനു വേണ്ടി കറണ്ടിന്റെ ബില്ലടക്കുന്നവർക്ക് കിട്ടും. നമ്മൾ എടവണ്ണപ്പാറ പള്ളി, ഞാൻ ജോലി ചെയ്യുന്ന വടകരത്തെ പള്ളി, ആ രണ്ട് പള്ളിന്റെയും ബില്ല് രണ്ടാളടക്കുക. ആരാന്ന് എനിക്കറിയാം, ഞാൻ രണ്ടിന്റെയും പ്രസിഡന്റാണ്, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല, സ്വകാര്യമായിട്ട് അവരടക്കുക. ഇതുപോലെ നമ്മളെ പള്ളിന്റെ ബില്ലടക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് വരാം. ഇന്ന് ലൈറ്റ് എത്തിക്കാന്ന് പറഞ്ഞ നിങ്ങൾ ലേറ്റ് കൊണ്ടുവന്ന് തിരി കത്തിക്കേണ്ട ആവശ്യമില്ല. അത് മാസത്തിൽ 2 മാസം കൂടുമ്പോ അതിന്റെ ബില്ലടച്ചാ മതി. ഇങ്ങനെ ഓരോ അവസരം മുതലാ പൊരുത്തം വാങ്ങാനായി തീരണം. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾക്ക് എത്തിച്ചേരാൻ ഇനിയും കുറച്ചുകൂടി താമസമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് സംഘാടകർ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് കൊടുത്തത്. കാരണം ഇതൊന്നും ഇവിടത്തുകാരല്ല, പലരും പല ഭാഗത്തുള്ള ആളുകൾ വന്നതാണ്. നിങ്ങളെ കുറെ നേരം കാത്തു നിർത്തി തങ്ങളെയും നിങ്ങളെയും ബുദ്ധിമുട്ടാക്കണ്ട എന്ന തീരുമാനം എടുത്തതുകൊണ്ട് നമ്മളെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഭവനം നിർമ്മിച്ച മജ്ലിസാണ്, അത് സമർപ്പിച്ച സദസ്സാണ്. അന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവര് രണ്ടുപേരും പള്ളിയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് തുടങ്ങുന്ന ദുആ ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സദസ്സാണ് പള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നിർവഹിക്കുന്നു. അതിനുശേഷം മാത്രം നമ്മൾ പിരിഞ്ഞു പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഈ മജ്ലിസിന്റെ ബറക്കത്ത് നൽകുമാറാകട്ടെ. പരിസരത്തുള്ളവർ ഒന്നുകൂടി അടുത്ത് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ അതായി